ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ ചാനല് ധന്യ പാലക്കാട് 2.0 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, എന്നെ കാണാനായിട്ട് കോഴിക്കോട് നിന്ന് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അസ്ഫാരിനിസിയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കാണുന്നുണ്ട് അവർ വന്നതും അവരുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്തായിരുന്നു അവർ വന്നത്. നമ്മുടെ കടയിൽ ഉച്ചയൂണുണ്ട്. അപ്പോൾ ഉച്ചയൂണിൻ്റെ ടൈം ആയപ്പോഴേക്കും പിന്നെ ഇവരോടൊന്നും സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോകും, പക്ഷെ എനിക്ക് എന്താ പറയുക, ഇപ്പോൾ പോകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോവാത്തത്. പക്ഷേ അധികം വൈകാതെ തന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് എത്തും. പിന്നെ അവൾക്ക് വീടിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവൾക്ക്. അപ്പോൾ എല്ലാവരും അവളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവളുടെ ചാനലിൽ കയറി നോക്കുക. അവരെ വീടിനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അവളെ ഒന്ന് സഹായിക്കുക. അവളുടെ കോൺടാക്ട് നമ്പർ ആ ചാനലിൽ തന്നെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വിശേഷം. പിന്നെ ഉച്ചയൂണിലത്തെ വിശേഷം പറയുമ്പോൾ, രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഒരു 5:45 ആകുമ്പോൾ ഞാൻ എൻ്റെ ഫുഡ് വയ്ക്കുന്ന സ്ഥലത്ത് പോകും. എന്നിട്ട് അവിടെ പോയി രാവിലേക്കുള്ള ഫുഡ് വയ്ക്കാൻ 2 ഉപ്പേരി, പിന്നെ ചമ്മന്തിയൊക്കെ നമ്മുടെ ഓൺ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ 2 ചമ്മന്തി ഒരു ചമ്മന്തി, 2 ഉപ്പേരി, സാമ്പാർ, മീൻചാറ്, കോഴിയും കുമ്പളങ്ങ, പിന്നെന്താ പറയുക, പിന്നെ എന്തെങ്കിലും മീൻ ഉണ്ടാവും കേട്ടോ. ഓരോ ദിവസം ഓരോ മീനിന് റേറ്റിനനുസരിച്ചിട്ട് കൊടുക്കും. കുഞ്ഞു മീനാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിലയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ. ഈ ചാനലിൽ വീഡിയോസ് ഇടാറേ ഇല്ല. വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷേ എനിക്ക് എത്തിപ്പെടാനേ സാധിക്കില്ല. കാരണം ഏത് നേരം ഈ ഫോണും പിടിച്ച് വീഡിയോ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. കുറച്ച് മടി തന്നെയാണ് എനിക്ക് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ പാത്തുമായിട്ടൊക്കെ വരാറുണ്ട് ഞാൻ ഈ ചാനലിൽ. ഒരു ദിവസം കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ പറയണം പാത്തു വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ പറയണം. എന്നാലാണ് ഒരു ക്യാരക്ടർ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, റംസാൻ്റെ ആ സമയത്ത് റമദാൻ മാസം വീഡിയോ ഇട്ടതായിരുന്നു ഈ ചാനലിൽ. പിന്നീട് അങ്ങോട്ട് വീഡിയോസേ ഇല്ല. പിന്നെ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. ഞാൻ, അച്ഛൻ, അമ്മ, എൻ്റെ 2 കുട്ടികൾ, പിന്നെ എൻ്റെ ചേച്ചി ഇപ്പോൾ 3ാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ എന്താണ്, മഴ ചെറുതായിട്ട് ഇങ്ങനെ ഇടിപൊട്ടലും വാളിമിന്നലും ഒക്കെ ആയിട്ട് ചെറുതായിട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ, പിന്നെ എവിടേക്കും പോകാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാലും. സ്കൂളൊക്കെ പൂട്ടിയതാണ്, പക്ഷെ എങ്ങോട്ടേക്കും പോകാൻ കഴിയുന്നില്ല കേട്ടോ. കുട്ടികളെയും കൊണ്ട് എവിടേക്കെങ്കിലും പോകാനോ എടുക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല. പിന്നെ 1 വുമൺ ഷോ ആണല്ലോ, അതുകൊണ്ട് ഈ വുമണിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവതാളത്തിലാകും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. ഇനി ഒരിക്കലും ബാക്ക് പെയിൻ ചെറുതായിട്ട് വരുന്നുണ്ട്. എന്നാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയും മുട്ടിയും തട്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. എന്തായാലും വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ മെയിൻ ചാനൽ പാലക്കാടൻ ഫാമിലി ദക്ഷ, ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ് ധന്യ പാലക്കാട് 2.0. ഇതിൽ ഞാനിങ്ങനെ ചെറിയ ചെറിയ വ്ളോഗുകൾ അങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ പാത്തുവും ധന്യയും കൂടെ വീഡിയോ ചെയ്യണതാണ് താല്പര്യമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ.